എടാ ഞാൻ പറഞ്ഞ നീ കേട്ടായിരുന്നോന്ന്? അമ്മ ഒരേ കാര്യം തന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നേ. സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനെങ്കിലും എന്റെ അമ്മ എന്ന് സമ്മതിക്കുവോ? ആഹാ, അപ്പൊ എന്റെ 30 പവൻ പോയതില് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? ഓഹ് അമ്മേ, അമ്മ അടക്കമുള്ളവരിടുന്ന് ഹോസ്പിറ്റലിലോട്ട് പോയപ്പോ ശരീരം മൊത്തം വെളിച്ചെണ്ണയും പുരട്ടി അടിവസ്ത്രം മാത്രമായിട്ട് മോഷ്ടിക്കാൻ വന്നിട്ടില്ല ഞാനിവിടെ, കേട്ടാ. ഒരു മോഷണം നടന്നു, അതിന്റെ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുമുണ്ട്. അത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂന്ന്. അല്ലെങ്കിൽ അമ്മയെ പോലെ നെഞ്ചത്തടിച്ചോണ്ട് ഞാൻ ഈ വരാന്തേ കൂടെ നടക്കാം. എന്താ നിന്റെ ഭാര്യ ചെയ്ത കന്നന്തിരിവിനെ ന്യായീകരിക്കണോ രാജീവ നീ? എന്റെ ഭാര്യ എന്ത് കന്നന്തിരിവ് കാണിച്ചെന്നാ? വീട് പൂട്ടാതെ ഇറങ്ങിയതാണോ? അത് എന്റെ അമ്മയുടെ ജീവനെ കരുതിയുള്ള ആശങ്ക കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ലോകവിവരവും ഒക്കെ എനിക്കും ഉണ്ട്, കേട്ടാ. ഇനിയിപ്പോ അതൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റത്തില് എന്റെ അമ്മ അവന് ഒരേപോലെ പങ്കാളികളാ. നിങ്ങൾക്കും കൂട്ടായിരുന്നല്ലോ മാതിരൊക്കെ. എന്റെ ഭാര്യ എന്നെ അതൊക്കെ ചെയ്യണമെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? 30 പവൻ പോയെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഞാനോ ഇവളോ ചാവുമ്പോ അത് കെട്ടിപ്പൊതിഞ്ഞോണ്ട് മുകളിലോട്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചോദിക്കും കൃഷ്ണകുട്ടി ചേട്ടാ. വിജയേ, ഇത്രയും നേരം നീയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇനി ഞാൻ സംസാരിക്കാം. 30 അല്ല, 1 പവൻ സമ്പാദിച്ചു വെക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയാ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും. അത് പോലീസ് കണ്ടുപിടിച്ച് തരുന്നെങ്കിൽ തരട്ടെ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കേ. പക്ഷേ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അങ്ങനെ സംഭവിച്ചാ ഇവനോ എന്റെ പെണ്ണുപിള്ളക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും കൃഷ്ണകുട്ടി ചേട്ടാ. എന്നാ പിന്നെ നീ സംസാരിക്കും. ഞാൻ സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ അവകാശമുള്ളൂ. എന്റെ ജീവൻ വെച്ചല്ലേ ഇവള് കളിച്ചത്. ആ ഡോക്ടർ വെച്ച് പറഞ്ഞ എന്താ? ഭാഗ്യത്തിന് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്നല്ലേ? ഇവനെ ഞാൻ എത്ര ക്ലാസ് പഠിപ്പിച്ചതാ. എന്നിട്ട് ഒരു ഗുളികയുടെ പേര് വായിക്കാൻ അറിയാത്തവളെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. ആ ഡോക്ടർ ഉച്ചിനെ കെട്ടിയാ മതിയെന്ന് തലപ്പല്ലി ചിലക്കുന്നത് പോലെ പറഞ്ഞോണ്ടിരുന്നതല്ലേ ഞാൻ? 8 ഗുസ്തിയായിട്ട് നടക്കുന്നവള് കാരണം എന്റെ ജീവൻ പോവില്ലായിരുന്നോ? ഈ അമ്മയ്ക്ക് ഇതെന്തോ പ്രശ്നം? ഞാൻ പറയൂടാ, പറയും. ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചൊരു പെണ്ണിനെ നീ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നോ? എന്റെ ഹൃദയത്തിന് എന്തെങ്കിലും കേടുപാടുണ്ടായോ ആവോ എന്റെ ദേവി. വിജയേ,